നമസ്കാരം. ഇന്ന് ടോക്ക് വിത്ത് ടാലൻസിൽ എന്നോടൊപ്പം ഉള്ളത് അനുജ ബാലാണ്. വെള്ളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള പ്രശസ്തനായ ഒരു കലാകാരനാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. സ്വാഗതം ചേട്ടാ. അപ്പോൾ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളാഞ്ചേരി സ്വദേശി, വാദ്യകലയിൽ ഒരുപാട് മുന്നേറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് നട്ടെല്ലിന് പരിക്ക് പറ്റുകയും പിന്നീട് അവിടുന്ന് ജീവിതം വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുള്ളൊരു ആളാണ്. അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്ന് ആ വാദ്യമേളം ആ കലയിൽ നിന്ന് മാറി വേറൊരു വിഭാഗത്തിലേക്ക് പോകേണ്ടി വന്നു. ചിത്രരചന പിന്നെ മുതൽക്കൂട്ടായിട്ട് അത് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും അന്ന് എങ്ങനെയാണ് ആക്സിഡൻ്റ് ഉണ്ടായത്? എന്താണ് ആ സംഭവം? അന്ന് ആക്സിഡൻ്റ് ഉണ്ടായതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സ്വദേശമായിട്ടുള്ള വെള്ളാഞ്ചേരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കണ്ടനകത്ത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യായിരുന്നു. അപ്പോൾ എതിരെ വന്നിട്ടുള്ള ഒരു കാറ് തട്ടിയിട്ട് അങ്ങനെ പരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നട്ടെല്ലിന് ക്ഷതം സംഭവിക്കുകയും പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒരു മാസത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ആ ഒരു ഇതിന് ശേഷം കൊട്ടാൻ പോകുന്ന ഒരാൾ പെട്ടെന്ന് അതെല്ലാം നിന്നുപോയി. പക്ഷേ അതൊന്നും നമുക്ക് ബാധകമല്ല. അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞാൽ അല്ലേ, അത് ശരിയാണ്. കാരണം പിന്നീട് അവിടെ നിന്ന് ചിത്രകലയെ ഏറ്റുപിടിച്ചു. ഈ കൊട്ടിക്കൊണ്ടിരുന്ന ആ ചെണ്ടയിൽ ചിത്രങ്ങൾ വരച്ച് വിസ്മയം തീർക്കുകയാണല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും ചിത്രകല കുറേ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ട് അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു. ചെണ്ട ചെറുപ്പം മുതലേ ചെണ്ടനോടുള്ളൊരു അഭിനിവേശം ചെറുപ്പം മുതലായിരുന്നു. നമ്മുടെ ജ്യേഷ്ഠന്മാരും അതുപോലെ തന്നെ അടുത്തുള്ളവരും എല്ലാവരും ഈ പരിപാടിയായിട്ട് ചെണ്ട പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ ചെണ്ടയോട് ഉള്ളൊരു അഭിനിവേശം ഉണ്ടാവുകയും അങ്ങനെ കണ്ടനകം കൃഷ്ണനാശാൻ്റെ കീഴിലാണ് ആദ്യമായിട്ട് ചെണ്ട അഭ്യസിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് 1987 അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ എൻ്റെ ഭാര്യാപിതാവും കണ്ടന സ്വദേശിയുമായ കുഞ്ഞനാശാൻ, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അതുപോലെ തന്നെ കടവല്ലൂർ കുഞ്ഞനാശാൻ, ഇവരുടെ കീഴിൽ പതികാലങ്ങൾ ഇവരുടെ കീഴിൽ നിന്നുകൊണ്ട് ആണ് പഠിച്ചത്. അങ്ങനെ പതികാലങ്ങൾ അവരുടെ കീഴിലിരുന്ന് പഠിച്ച് അവരോടൊപ്പം സഹകരിച്ച് ഒരുപാട് വേദികളിൽ അവരോടൊപ്പം സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളാഞ്ചേരി അവിടെ ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളാഞ്ചേരി ചന്ദ്രൻ എന്ന് പറയും, ചന്ദ്രനാശാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കരാറിൽ അങ്ങനെ സഹകരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വന്നാൽ പിന്നെ കലാമണ്ഡലം രാജേഷ്, അതുപോലെ തന്നെ ജയേഷ് തൊഴുക്കര, ഇവരുടെ ഒക്കെ കൂടാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ സഹകരിച്ച് പോന്നിരുന്നത്. ശരിക്കും സഹോദരങ്ങളും അതുപോലെ അവരും കൂടെ ഒരു കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും അല്ലേ, ചിത്രകലയിലായാലും എല്ലാം കൂടെ ഉണ്ട് അവർ. ചിത്രകലയിലായാലും ചെണ്ടയിലായാലും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ നമുക്കുള്ളത് കാരണമാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ എത്തിപ്പെട്ട് നിൽക്കുന്നത്. എൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ ശില്പിയാണ്. അദ്ദേഹം വലിയൊരു ചിത്രകാരനും കൂടിയാണ്. ജ്യേഷ്ഠനായിട്ടുള്ള മുരളി വെള്ളാഞ്ചേരി, അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആയിട്ട് സഹകരിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു അറിവ് ആണ് മ്യൂറലിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ മറ്റൊരു ജ്യേഷ്ഠനായിട്ടുള്ള ഗിരീഷ് വെള്ളാഞ്ചേരി, ഇവർ രണ്ടുപേരും ചിത്രരചനയായി മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അവരുടെ പാത അങ്ങനെ പിന്തുടർന്നിട്ട് നമ്മളിങ്ങനെ ചെയ്തു വരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ചെണ്ടയിലാണെങ്കിലൊക്കെ
രുക്മിണി സ്വയംവരം, അതുപോലെയുള്ള ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെണ്ടയിൽ ചിത്രം വരച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? വെറൈറ്റി ആയിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യം ഞാൻ ചെയ്തിരുന്ന വർക്കുകളൊക്കെ ക്യാൻവാസിൽ, വെറും ക്യാൻവാസിൽ ആക്രിലിക് കളർ ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ പിന്നെ ഓയിൽ പെയിൻറ്റിങ്, അങ്ങനെ കാര്യമായിട്ട് ഓയിൽ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല. കാരണം ഇതൊരു സമയത്തിൻ്റെ ഒരു പ്രശ്നം കാരണമാണ്. ഓയിൽ പെയിൻറ്റിങ്ങിന് കൂടുതൽ സമയം വരും. ആക്രിലിക് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓയിൽ പെയിൻറ്റ് പിന്നെ ഇവിടെ സമയം കൂടുതലുള്ള കാരണം മറ്റൊന്നും ചെയ്യാനില്ല. പിന്നെ ഓയിൽ പെയിൻറ്റ് ഇതിനാട്ടിലൊക്കെ മികച്ചൊരു വർഷങ്ങളോളം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു മീഡിയ ആണല്ലോ ഓയിൽ പെയിൻറ്റ്. അപ്പോൾ അത്തരത്തിൽ ഓയിൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെണ്ടയിൽ. അപ്പോൾ ഇങ്ങനെ ദീർഘനാളത്തെ ഒരു ആലോചനയ്ക്ക് ശേഷം ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് അങ്ങനെ ചെണ്ടയിൽ എങ്ങനെ ചെയ്യാം, വർക്കൗട്ട് ആവുമോ, അങ്ങനെയുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അങ്ങനെ മെനക്കെട്ടിട്ട് അങ്ങനെ ചെയ്തു വന്നിട്ടുള്ളൊരു വർക്കാണ്. മറ്റുള്ളത് ക്യാൻവാസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക്, പക്ഷെ ചെണ്ടയിൽ ചെയ്യുമ്പോൾ വളരെ ടഫായിട്ടാണ്. അതെ 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 തീർച്ചയായും. ഏകദേശം എത്ര ദിവസം അത് ഏകദേശം ഒന്ന് ഉണങ്ങി വരാൻ തന്നെ ചിലപ്പോൾ മാസങ്ങൾ എടുക്കുന്നുണ്ടാവും. കളറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറുകൾ തമ്മിൽ ലയിപ്പിക്കുന്നതിന് ഒരു ടൈമും കാര്യങ്ങളുണ്ട്. ഓയിൽ പെയിൻ്റ് ആകുമ്പോൾ ലയിപ്പിക്കാൻ ചുരുങ്ങിയതൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ലയിപ്പിക്കാൻ കഴിയും. മറ്റേ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി ഒന്ന് വലിഞ്ഞതിന് ശേഷം മാത്രമേ ഓയിൽ പെയിൻറ്റിൽ ലയിപ്പിക്കാൻ ഇതൊരു അവസ്ഥ ഉണ്ടാവുള്ളൂ. ഇങ്ങനൊരു ചിന്ത വന്നത് ഇപ്പോൾ ഈ ചെണ്ടയുടെ മുകളിലേക്ക് എങ്ങനെ ക്യാൻവാസ് ആക്കി അവിടെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്നത് ഈ സുഖമില്ലാത്തതിൻ്റെ ശേഷം ഇങ്ങനെ നമ്മളെ മാധ്യമമാണല്ലോ, നമ്മൾ ദിവസവും ഇത് കണ്ടിട്ടാണല്ലോ അപ്പോൾ അത് മറക്കാൻ കഴിയാത്ത, പിന്നെ അത്രയും അതിനോടുള്ളൊരു ബഹുമാനം ആദരവും ഉള്ളത് കാരണം മീഡിയ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. പിന്നെ അതിന് പരിപൂർണ സപ്പോർട്ടായിട്ട് വൈഫും ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികൾ, വൈഫ് രാധിക, അതേപോലെ തന്നെ കുട്ടികൾ ദേവിക, ദേവനന്ദ, ശബരിനാഥ്, എല്ലാവരും സഹകരിച്ചിട്ട് ആണ്. അത് മാത്രമല്ല ഇത് വർക്ക് ഫുള്ള് കുറ്റിയിൽ കഴിഞ്ഞതിന് ശേഷം ഇത് കോർക്കുമ്പോഴേ അതിന് ഒരു പരിപൂർണത ഉണ്ടാവും. ചെണ്ട ഈ രൂപത്തിലായിട്ട് വരണമെങ്കിൽ കോർക്കുമ്പോഴേ അതിനൊരു പരിപൂർണത. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ചെണ്ട കോർക്കാൻ. അപ്പോൾ സഹപ്രവർത്തകർ ആയിട്ടുള്ള വെള്ളാഞ്ചേരിയിൽ തന്നെ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള സുജിത്ത് വെള്ളാഞ്ചേരി, അതുപോലെ തന്നെ പ്രതീഷ് വെള്ളാഞ്ചേരി, പിന്നെ എൻ്റെ സഹോദരൻ ഗിരീഷ് വെള്ളാഞ്ചേരി, അവരൊക്കെ കൂടി സഹകരിച്ചിട്ടാണ് അങ്ങനെ ഈ വർക്കായിട്ട് ഇതുവരെ എത്തി നിൽക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചിത്രം ഈ ക്യാൻവാസ് ഈ വരച്ച ചെണ്ടയിൽ വരച്ചിട്ടുള്ളൊരു സംഭവം നമ്മുടെ ജയറാം അതുപോലെ സുരേഷ് ഗോപി ഇവരിലേക്ക് എത്തിക്കണം. അത് ആ ഒരു ചിന്ത വന്നിട്ടുണ്ട്, ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്വപ്നം താങ്കളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഞാനത് വർക്ക് ചെയ്ത് പകുതി ആയതിൻ്റെ ശേഷമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നത്, ആരിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു. അപ്പോൾ ജയറാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വാദ്യകലാകാരനും കൂടിയാണ്, വാദ്യകലാകാരനും മട്ടന്നൂരാശാൻ്റെ ശിഷ്യനും കൂടിയിട്ടില്ല. അപ്പോൾ ഒന്ന് അദ്ദേഹത്തിന് കൊടുക്കണം, അല്ലാന്നെങ്കിൽ സുരേഷ് ഗോപി സാറിനെ പോലെയുള്ള വാദ്യകലയും അതേപോലെ ക്ഷേത്ര ആചാരങ്ങൾ പുലർത്തിപ്പോരുന്ന അതിനോട് അഭിനിവേശം പുലർത്തുന്ന ആളാണല്ലോ സുരേഷ് ഗോപി സാർ. അദ്ദേഹത്തിന് കൈമാറണം എന്നുള്ളൊരു ചിന്തയും കൂടി മനസ്സിലുള്ളൂ. അങ്ങനെയാണ് ഇതൊക്കെ എത്തിപ്പെട്ട് നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ ജയറാമേട്ടന് കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ അപ്പോൾ വന്നു തുടങ്ങി, കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു തുടങ്ങി. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ആഗ്രഹം പോലെ അതൊക്കെ നടക്കട്ടെ, സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ വർക്ക് പരിപൂർണതയിലെത്താനുള്ളൊരു എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളൊരു എന്താ പറയുക ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. എങ്ങനെയാ ചെറുപ്പം തൊട്ടേ ഈ കൊട്ടും ഒക്കെ പഠിച്ചിട്ട് വന്നാണ്, എങ്ങനെയാണ് ആ താല്പര്യം വന്നത് എപ്പോഴാണ്? അത്
വീടിൻ്റെ ചുറ്റുവട്ടത്തും നമ്മൾ ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. വീടിൻ്റെ ചുറ്റുകളിൽ നമ്മൾ കുടുംബക്കാരാണ് കൂടുതലും. അപ്പോൾ നമ്മൾ തലമുറ ആയിട്ട് കൈവശം വെച്ചിരുന്നൊരു കല, അത് കൂടുതൽ നമ്മളിങ്ങനെ ആശാന്മാരിലൂടെ അങ്ങനെ സാധിച്ചെടുത്തു എന്നുള്ള രീതിയാണ്. പിന്നെ അതുപോലെ ഈ തകർന്നു പോയിട്ടുള്ള ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പം അതിൽ നിന്നൊക്കെ ഒരു ഊർജം വന്നതൊക്കെ എപ്പോഴാണ്? അത് തീർച്ചയായിട്ടും ഞാനിത് ഈ ഹോസ്പിറ്റലിൽ വന്നതിൻ്റെ ശേഷം, വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് അതിനെ കുറിച്ചിട്ട് കൂടുതൽ ചെയ്യാൻ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തിനെ കുറിച്ചിട്ട് ചിന്തിക്കാനുള്ളൊരു അവസരമായിട്ട് തോന്നി. അങ്ങനെയാണ് പിന്നെ നമ്മളുടെ ഈ മേഖല അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇങ്ങനൊരു വർക്കിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. ഇതിനുള്ള സാമ്പത്തിക ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? ഇപ്പോൾ സാമ്പത്തിക ചെലവ് വളരെ കൂടുതലായിട്ട് തന്നെയാണ്. പിന്നെ ചെയ്തു വരുമ്പോൾ അതിങ്ങനെ വർക്ക് ഇങ്ങനെ പുരോഗമിക്കും തോറും പിന്നെ സാമ്പത്തിക ചെലവൊന്നും നോക്കിയില്ല. പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റീവ് ആവുമല്ലേ. അത് കാരണം പിന്നെ ചിലവ് അങ്ങനെ നോക്കിയിട്ടില്ല. അങ്ങനെ കൃത്യമായിട്ട് നമുക്കങ്ങനെ ഓയിൽ പെയിൻറ്റ് പോലെയുള്ള മീഡിയകൾക്കൊക്കെ മാർക്കറ്റിൽ നല്ല റേറ്റാണ്. ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിലനിൽപ്പും കൂടി ഉണ്ടാവുമല്ലോ? ഇത് സെയിൽ ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഒരു ഉപജീവനം മാർഗമാക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പ്രയാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ പ്രയാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സൃഷ്ടികൾ വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആളുകൾ സമൂഹത്തിൽ വളരെ കുറവാണ്. അപ്പോൾ ഇതിനോട് ചിത്രകല അതേപോലെ തന്നെ മറ്റുള്ള ഏത് മേഖലയായിട്ടുണ്ടെങ്കിലും ചിത്രകലയ്ക്ക് കൂടുതലുണ്ട്. ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് അത്ര മൂല്യം കാണാത്ത ആളുകളാണ് സമൂഹത്തിൽ. എല്ലാവരിനല്ല, ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാത്രമേ അത് സ്വീകാര്യമാവുള്ളൂ. അതെ, നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിനോട് താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു വർക്ക് ചെയ്യുന്നതിനാട്ടിലും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും കടന്നുപോയ ബുദ്ധിമുട്ടുകളൊക്കെ ഓവർകം ചെയ്ത് വന്ന ആളാണ്. അപ്പോൾ ഇതും അതുപോലെയൊക്കെ തന്നെ. തീർച്ചയായും. അതെ. പിന്നെ എന്താണ് ഇനി ഒരു എക്സ്ട്രീം സ്വപ്നം എന്ന് പറയുന്നത്? സ്വപ്നം എന്ന് പറയുന്നത് ഇനി ഈ മേഖലയായിട്ട് കൂടുതൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു രീതിയാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. മനസ്സിൽ 1-2 ആഗ്രഹങ്ങളുണ്ട്. ഈ വർക്കുമായി ബന്ധപ്പെട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. ഇങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ഫാമിലി വൈഫ് നല്ല സപ്പോർട്ടായിരുന്നു. രാധിക നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ മോള് ദേവനന്ദ ഇവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ബ്രഷ് എനിക്ക് നീട്ടി നടക്കാനും കഴിയാത്തൊരു സമയത്ത് ബ്രഷ് വൃത്തിയാക്കൽ, പിന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ട് ഒരാളെ സഹായത്തോട് കൂടിയിട്ട് ഉള്ള ഒരു കാലമായിരുന്നു അത്. ദിവസങ്ങളായിരുന്നു. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ കൂടുതലായിട്ട് അവരെ 100% അവരുടെ സപ്പോർട്ട് ഉള്ളത് കാരണമാണ് എനിക്കിങ്ങനെ അത് ചെയ്യാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് അപ്പം ഇനി കൊട്ടിൻ്റെ ഈ രംഗത്തേക്ക് വീണ്ടും വരാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മളെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വിളക്ക് സീസൺ ഏകദേശം കഴിഞ്ഞ് നമുക്കൊരു പറയട്ടെ, ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥന മാത്രമേ. എന്തായാലും കൊട്ടും അതോടൊപ്പം തന്നെ ഈ ചിത്രരചനയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്. പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള കലാകാരന്മാർ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ട്. അവർ എന്നെക്കാളിലും കൂടുതൽ കഴിവും
എല്ലാം ഉള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. അതുപോലെ അവർക്കെല്ലാവരും അവരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് ഇതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തീർച്ചയായിട്ടും അവർക്ക് സപ്പോർട്ട് ചെയ്ത് സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഈ പ്രേക്ഷകരോടായി പറയാനുള്ളൂ. അപ്പോൾ ചേട്ടാ ഒരുപാട് നന്ദി ഞങ്ങളത് കൂടെ ഇത്രയും നേരം സംസാരിച്ചതിന്. ഇനിയും ഉയരങ്ങളിലെത്തി പരിമിതികളൊക്കെ മറികടന്ന് ഇന്നിപ്പോൾ ഈ നിലയിലെത്തിയ ആളാണ്. അപ്പോൾ ആഗ്രഹം പോലെ ഇനിയും ഉയരാൻ പറ്റട്ടെ, എവിടെയും തളരാതെ മുന്നോട്ട് ധൈര്യത്തോടെ പോകാനുള്ള എല്ലാ ഇതും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ചേട്ടാ. നമസ്കാരം.